നിങ്ങളെല്ലാവരും ഒന്ന് വന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്നൊന്ന് വന്നേ ഒരു സെക്കൻഡ്. ഈ വണ്ടി ആരുടെയാ? ഞാനൊരു വണ്ടി തപ്പി ഇറങ്ങിയതാ. KL9 AL 9657 ആരുടെയാ ബൈക്ക്? KL30 686 ആരുടെ? ആരുടെ? ഇവിടെയാണോ? ഇവിടെ ഇരിക്കുന്ന വണ്ടി ആരുടെ? അതെ, ഞങ്ങൾ ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ, ഞങ്ങൾ മാവേലിക്കര ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ, വളരെ റാഷായിട്ട് വളരെ വേഗത്തിൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം നിങ്ങളെ വാച്ച് ചെയ്തു. നിങ്ങളൊരു 500 മീറ്റർ അപ്പുറത്ത് ഒരു ഡെലിവറി കൊടുത്തിട്ട് അതേ വേഗതയിൽ വണ്ടി യു ടേൺ എടുത്ത് അതേ വേഗതയിൽ നിങ്ങൾ തിരിച്ചുപോയി. നിങ്ങൾ വളരെ വേഗതയിലും വളരെ റാഷായിട്ടുമാണ് നിങ്ങൾ വണ്ടി ഓടിച്ചത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങൾ എന്താണ് അങ്ങനെ വണ്ടി ഓടിക്കാൻ കാര്യം? സാർ, എനിക്കൊരു ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു സാർ. അപ്പൊ കസ്റ്റമർ നമ്മളെ വിളിച്ച് കുറെ നേരം ശല്യം ചെയ്തപ്പോൾ ആ ഒരു വേഗതയിൽ ഓടിപ്പോയി. ഞാൻ സാറിനെ കണ്ടില്ല. ഞങ്ങളവിടെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അത്രയും വേഗത പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ഡെലിവറി ബോയ് പോകുന്ന വേഗതയൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വേറെ വേഗതയിലാണ് നിങ്ങൾ വണ്ടി ഓടിച്ചത്. അതെന്താണ് അങ്ങനെ കാര്യം? നമുക്ക് ആ ഒരു സാർ, അവളെ പോയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊക്കെ സാറിന് അറിയാലോ. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് ഇത്ര ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ചത്തേക്ക് മുതൽക്കൂട്ട് കിട്ടുന്നുള്ളൂ. അവൾ അത് ഓർത്തിട്ടാണ് ഈ ഓടുന്നത് ഫുള്ളും. അവർക്കൊരു ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്ര രൂപ കുറവ്. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? എന്റെ മോക്ക് 5 വയസ്സ്. എത്ര പഠിക്കുന്നു? 1ാം ക്ലാസ്, UKG-ലായിരുന്നു. നിങ്ങൾക്കോ? എനിക്ക് 2 മക്കൾ, ഒരു മോള് ഒരു മോനും. മോള് +2 പഠിക്കുന്നു, മോൻ 8ാം ക്ലാസ്. അവരുടെ വിദ്യാഭ്യാസം, വീട്ടിലെ ചെലവെല്ലാം നിങ്ങൾ ഒറ്റ ഈ ഒരു പരിപാലനം കൊണ്ടാണ് അല്ലേ? അത് നടന്നു. അത് നിങ്ങൾ പക്ഷെ റാഷായിട്ട് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ്. അത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഇത്രയും റാഷായിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെന്താ കാര്യം? തെറ്റാണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവൻ മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. നിങ്ങൾ വീണുപോയാലോ? ഈ ഡെലിവറി സമയത്തിന് കൊണ്ട് കൊടുത്തു, നിങ്ങൾ അവിടെ ചെന്നു, നിങ്ങൾ സമയത്തിന് കൊണ്ട് കൊടുത്തു, അയാൾ ഹാപ്പിയായി, നിങ്ങൾ ഹാപ്പിയായി, മാനേജർ ഹാപ്പിയായി. നിങ്ങൾ വീണുപോയാൽ ആരായിരിക്കും ഹാപ്പിയാവുന്നത്? ആർക്കെങ്കിലും ഹാപ്പി ഉണ്ടോ? ആർക്കെങ്കിലും സാഡ്നെസ് ഉണ്ടോ? ആരെങ്കിലും ബുദ്ധിമുട്ടും. ആരാണ്? നിങ്ങളുടെ കുഞ്ഞ് മാത്രം. മനസ്സിലായോ? അപ്പൊ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ടേ. ഈ നിങ്ങൾ മാത്രമല്ല ഈ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു, മാവേലിക്കര ജോലി ചെയ്യുന്നു. മാവേലിക്കര ജോലി ചെയ്യുമ്പം എൻ്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വിളിക്കുക, മോള് തല ഇറങ്ങി വീണ് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വണ്ടി ഓടിക്കൂലേ? നിങ്ങളെക്കാൾ റാഷായിട്ട് ഒരു പക്ഷേ വണ്ടി ഓടിച്ചെന്ന് വരും. അങ്ങനെ മൈൻഡുള്ള ഒരാളായിരിക്കും എതിരെ വരുന്നത്. അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു, അച്ഛൻ തല ഇറങ്ങി വീണു, അല്ലെങ്കിൽ അമ്മ തല ഇറങ്ങി വീണു, പെട്ടെന്ന് വാ എന്ന് ആ വീട്ടിലുള്ളവർ വിളിക്കുന്നു. അപ്പൊ ഈ പോകുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും? എങ്ങനെയും വീട്ടിലെത്തുക അല്ലേ? അങ്ങനെയുള്ള മൈൻഡുള്ള ഒരാളായിരിക്കും നിങ്ങൾക്ക് എതിരെ വരുന്നത്. നിങ്ങൾ ഈ ഡെലിവറി പെട്ടെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, അയാൾ പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമുക്ക് ക്ലാഷ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഇതിനെതിരെ നടപടിയെടുക്കും. നിങ്ങളെ കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ അറിയാലോ. പിന്നെ ഈ പരിപാടി നടക്കത്തില്ല. മനസ്സിലായി? വണ്ടി ഓടിച്ചുള്ള പരിപാടി നിങ്ങൾക്ക് 2 പേർക്കും നടക്കത്തില്ല. അപ്പൊ റാഷായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക, വളരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. മനസ്സിലായോ? നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെ റാഷായിട്ട് പോയി തിരിച്ചു വന്നു. അവിടെ നിങ്ങൾ ആ ഡെലിവറി സാധനം കൊടുത്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വേഗതയും അതിവേഗതയിലായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ അങ്ങോട്ട് പോയി, ഓക്കെ, കസ്റ്റമർ നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്തി, നിങ്ങൾ അതിവേഗതയിൽ അങ്ങോട്ട് പോയി, അതിവേഗതയിൽ നിങ്ങൾ ഡെലിവറി കൊടുത്ത് നിങ്ങൾ തിരിച്ചു വരുന്ന കഴിയുമ്പോഴും അതേ വേഗതയിലാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് എത്ര മിനിറ്റാണ് നിങ്ങൾ അനുവദിക്കുന്നത് ഒരു ഡെലിവറി കൊടുക്കാനായിട്ട്? എത്ര സമയം എടുക്കും? ഇവിടുന്ന് നിങ്ങൾ ഡെലിവറി എടുത്തു, ഈ സാധനം നിങ്ങൾ എടുത്തു, നിങ്ങൾ എത്ര സമയം കൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചത് ടൈം ലിമിറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് അവിടെ എത്തിക്കാനുള്ള ടൈം ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത്. 10 മിനിറ്റ് എടുക്കാറില്ല. നിങ്ങൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടോ? 10 മിനിറ്റിനകം നിങ്ങൾ ഡെലിവറി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ പെതുക്കെ കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ പെതുക്കെ കൊണ്ട് കൊടുത്താൽ പോരെ? കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കൂടുതൽ ഈ സമയത്ത് നമ്മളിവിടെ വിളിച്ചിട്ടായിരിക്കും ഇറങ്ങുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ ആ ഒരു ടൈമിൽ എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര റാഷായിട്ടായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ കൂടുതലും ചീത്ത വിളിച്ചിട്ടുള്ളവർ വരെ ഉണ്ട്. നമുക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ പറഞ്ഞ ടൈമിൽ എന്താ വരാൻ, നമ്മളോട് ഒരുപാട് ചൂടായിട്ടുള്ളൂ. അത് നമ്മുടെ റോഡിൽ നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. അവര് റാഷായിട്ട് പെരുമാറുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ജീവൻ പോലും തൃണവൽക്കടിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്വന്തം ജീവൻ വില കൽപ്പിക്കാതെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ആ റോഡിലുള്ള മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ ഇടപെടേണ്ട കാര്യം. മനസ്സിലായോ? ഇതേപോലെ ഈ നമ്മൾ ഡെലിവറി കൊണ്ടുവരുന്ന സമയത്ത് നമ്മള് ഫോൺ വിളിക്കുമ്പോൾ ഇവര് ചിലപ്പോൾ എടുക്കാൻ അവർക്ക് പറ്റാത്ത സാഹചര്യത്തിലായി. പക്ഷെ അവര് വിളിക്കുന്ന നമ്മള് ഫോൺ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മിസ് കോൾ കണ്ടിട്ട് അവർ തിരിച്ചു വിളിക്കുമ്പോഴത്തേക്ക്
ഞങ്ങൾ ഇതിനടുത്ത് പോകാൻ നിൽക്കുക, നിങ്ങൾ ഇപ്പോൾ വന്നാൽ ഞങ്ങൾ ഡെലിവറി എടുത്തോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അടുക്കൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളത് ചിലപ്പോൾ ശാലം അന്ന് അവർ പോകുന്നതിന് മുമ്പ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ശാലം നമ്മൾ. ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. അത് നിങ്ങളുടെ ഒരു പ്രശ്നമാണത്. അതുണ്ട്. മാനേജർ ആരാ? നിങ്ങളല്ലേ മാനേജർ? എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. ഇത് ഇവർ ഈ ഡെലിവറി നടത്തുന്നത്, ഇവരിപ്പോൾ രണ്ടുപേരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അതേ സെയിം അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. എന്റെ ജീവിതത്തിലും അതേ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് എല്ലാവരുടെയും ഈ റോഡേ പോകുന്ന എല്ലാവരുടെയും ജീവിതത്തിലും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താണ്? സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത്. അതിന് ഇങ്ങനെ റാഷായിട്ട് വണ്ടി ഓടിച്ച് ഡെലിവറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു ക്ലയന്റ് അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി മാവേലിക്കര താലൂക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതിനുള്ള പരിഹാരം ഞങ്ങൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ചെയ്താൽ. ഇത് 10 മിനിറ്റ് ഡെലിവറി കൊടുക്കണം എന്നുള്ള സമ്പ്രദായം നിർത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ 10 മിനിറ്റിൽ ഡെലിവറി കൊടുക്കുന്ന സംവിധാനം വേണ്ട. നിങ്ങൾ സാവധാനം എന്നല്ല, വളരെ പതുക്കെ കൊണ്ട് കൊടുക്കണമെന്നല്ല, അങ്ങനെയും വേണ്ട. നിങ്ങളുടെ സേഫ് സ്പീഡിൽ നിങ്ങൾക്ക് പറ്റുന്ന സ്പീഡിൽ, ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം എനിക്ക് പറ്റുന്ന സ്പീഡായിരിക്കത്തില്ല സഹോദരിക്ക് പറ്റുന്നത്. ഒരു ബൈക്കിന്റെ മാക്സിമം സ്പീഡ് 50 കിലോമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ റോഡിൽ ഒരു ബൈക്ക് ഓടിക്കാവുന്ന പരമാവധി വേഗം എന്ന് പറയുന്നത് 50 കിലോമീറ്റർ. അതിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പാടില്ല, ബൈക്ക് ഓടിക്കാൻ പാടില്ല. മനസ്സിലായേ? ഇപ്പം ഞാൻ 50 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നതല്ല താങ്കൾ 50 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. അതേ സ്പീഡിൽ താങ്കൾക്ക് 50 ഓടിക്കാം. നിങ്ങൾക്ക് എന്നേക്കാൾ ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ്. എന്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ പ്രായമുള്ളൂ നിങ്ങൾക്ക് 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതേ 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓരോ ആളിന്റെയും ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ചാണ് ഈ സ്പീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളെ ആദ്യം കൺസിഡർ ചെയ്യുക. എന്റെ ശാരീരിക അവസ്ഥയും മാനസികാവസ്ഥയും ഞാൻ കൺസിഡർ ചെയ്യണം. ആ കൺസിഡർ ചെയ്തിട്ട് എന്റെ ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും കൺസിഡർ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ പറ്റുന്ന സ്പീഡ്, എനിക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്പീഡ് ഞാൻ കണ്ടെത്താൻ. ഡെലിവറി ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക എന്നല്ല, സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഡെലിവറി ഏറ്റവും സുരക്ഷിതമായിട്ട്, അത് നിങ്ങൾക്കും ആ സാധനത്തിന്, നിങ്ങൾ പോയി മറിഞ്ഞു വീണാൽ ഈ ബാക്കിയുള്ള സാധനത്തിന് ആരാ ഉത്തരവാദിത്തം പറയുക? നിങ്ങളുടെ കയ്യിൽ ബാക്കിയിരിക്കുന്ന സാധനങ്ങൾക്ക് ആര് ഉത്തരവാദിത്തം പറയും? അത് റോഡ് വരുന്നതിനെല്ലാം ആക്സിഡന്റ് കൂടുന്നതിനെല്ലാം അത് ഓരോ നിർത്തണം പോയാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി? നിങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടും എന്നാൽ വേഗത വളരെ കുറയ്ക്കാതെ ഓരോരുത്തരുടെയും ആ വണ്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ, നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ളവരെ പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റും. മനസ്സിലായോ? ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് ഒരിക്കലും സ്പീഡ് വണ്ടി ഓടിക്കുന്നവനല്ല. പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു തടസ്സം മുന്നിൽ കണ്ടാൽ സേഫ് ആയിട്ട് വണ്ടി നിർത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല ഡ്രൈവർ. അങ്ങനെ നമ്മുടെ വണ്ടി സേഫ് ആയിട്ട്, പെട്ടെന്നൊരു സംഭവം ഉണ്ടായി സേഫ് ആയിട്ട് നിർത്താൻ പറ്റുന്ന സ്പീഡിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോരുത്തരും പ്രായത്തിനനുസരിച്ചും ശാരീരികാവസ്ഥയ്ക്കനുസരിച്ചും മാനസികാവസ്ഥയ്ക്കനുസരിച്ചും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഓടിക്കുന്ന സ്പീഡിൽ എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കുന്ന സ്പീഡിൽ ഇദ്ദേഹത്തിന് ഓടിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടും വ്യത്യസ്തമായ മനുഷ്യരാണ്, വ്യത്യസ്ത ചിന്താഗതിയാണ്. മനസ്സിലായോ? ഇത് കാണുന്നതും മനസ്സിലാക്കുന്നതും വേഗത വളരെ വ്യത്യാസമായിരിക്കും ഓരോരുത്തർക്കും. അപ്പോൾ നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുക. ഇനി നിങ്ങൾ അങ്ങനെ റാഷായിട്ട് ഓടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് പറയാം. ഞങ്ങൾ ആ ക്ലയന്റിനെ വേണമെങ്കിൽ വീട്ടിൽ ചെന്ന് കാണുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം. ഈ 10 മിനിറ്റിൽ ഡെലിവറി ചെയ്യണം എന്നുള്ള സംഭവം നിങ്ങൾ നിർത്തണം. ഓക്കെ, അത് വേണ്ട. നിങ്ങൾ കയ്യിരിക്കുന്ന സാധനത്തിന് നിങ്ങളെ ഓരോ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം, അല്ലേ? ഈ ഡെലിവറി കൊടുക്കാനായിട്ട് അത് ഏറ്റവും സുരക്ഷിതമായിട്ടും സുരക്ഷിതമായ വേഗത്തിലും, നിങ്ങൾക്ക് സുരക്ഷിതമായ വേഗത്തിലും, റോഡിൽ പോകുന്ന മറ്റുള്ളവരുടെ സുരക്ഷിതമായ വേഗത്തിലും നിങ്ങളത് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. മനസ്സിലായോ? നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് വണ്ടി ഓടിക്കുക. ഓക്കെ, നന്ദി.